ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപവൽക്കരിച്ച് നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പെന്ന പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. 40ഓളം പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പണമിടപാട് നടത്തുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലെന്നും സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിന് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കർണാടകയിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് ജില്ലയിലേക്ക് വ്യാപിപ്പിച്ച പദ്ധതിയിലാണ് തട്ടിപ്പാരോപണവുമായി നേരത്തെ അംഗങ്ങളായിരുന്നവർ രംഗത്തെത്തിയത്. ആഴ്ച നിക്ഷേപമായി 10 മുതൽ 100 രൂപ വീതം വാങ്ങുന്ന പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്നില്ലെന്നും സ്വയം സഹായ സംഘം മാതൃകയിൽ ലഭ്യമാക്കുന്ന വായ്പയിൽ പ്രതിവാരം പലിശ ഈടാക്കുന്നതായും പരാതിക്കാർ പറയുന്നു. അംഗങ്ങളിൽ നിന്നും മൈക്രോ ഇൻഷുറൻസ് എന്ന പേരിൽ പ്രതിമാസം 1000 രൂപ വീതം പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആ പണവും മുഴുവനായി തിരിച്ചു കിട്ടുന്നില്ല. തട്ടിപ്പ് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം വേണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. ജില്ലയിലെ വായ്പാ തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കുവാൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതികൾ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ടെന്നും കേരളത്തിൽ ഇക്കാര്യത്തിൽ കേസെടുത്താൽ വിഷയത്തിൽ കർണാടകയിലെ പോലീസ് നടപടി സജീവമാകുമെന്നും പരാതിക്കാർ കൂട്ടിച്ചേർത്തു. ഒരു 5 പേര് 10 പേര് 20 പേര് പോലെ ആൾക്കാരെ സംഘത്തിൽ ചേർക്കും. സംഘത്തിൽ ചേർത്തിട്ട് ആഴ്ചയിൽ 10 രൂപ മുതൽ 100 പേരെ ഈടാക്കുന്നുണ്ട്. ആ ഈടാക്കിയതിന് ഒരു തെളിവില്ല. ഞങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു ബുക്ക് കൊടുക്കുവർ, നിങ്ങൾ ഈ ബുക്കിൽ എഴുതിയാലും മതി, വേറെ എന്തുമില്ല. അപ്പോൾ ഈ ബുക്കിൽ എഴുതിയിട്ട് കൊടുക്കും. അതിന് ആഴ്ച ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവരൊരു BC പോയിൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെ ഇതിന് കെട്ടാനില്ല സംഭവമാണ് ഉള്ളത് ഇവരെ സംഘത്തിൽ. പിന്നെ ബാങ്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്കാട്ടെ യാതൊരു ബന്ധമില്ല ഈ സംഘത്തിന്. ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ബാങ്കിലാണ് സംഭവം ഉള്ളത്. ഇത് ഏതൊരു സംഭവമായിട്ടില്ല. ക്യാഷ് വഴിയാണ് ഈ ഒരു ഇതെല്ലാം നടക്കുന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇത് ഓൺലൈനിൽ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അത് പറ്റില്ല. മഹേഷ് ഷെട്ടി തിമറോഡി, ഗിരീഷ് മട്ടന്നവർ, T ജയന്ത്, ഗിരീഷ് റൈ, K അശോക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.